ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എല്ലാമായിരുന്ന പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകൻ മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ ഒരു പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനത് ഒന്ന് വായിക്കാം. കോക്രോച്ച് ജനതാ പാർട്ടി വെറുമൊരു ട്രോളോ മീമോ മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ഒരു തലമുറയുടെ രാഷ്ട്രീയ അസ്വസ്ഥത ഒളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് ലീഗിൻ്റെ നേതാവാണ്. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം രൂപം കൊണ്ടത് എന്തിനാണെന്ന് നമുക്കറിയാം. മുസ്ലിം ലീഗ് ഇന്ത്യയെ ഇസ്ലാമീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. പക്ഷേ ഇന്ത്യയുടെ വിഭജനത്തിന് മുൻപ് ഇവർ ഉന്നയിച്ച ഈ ആഗ്രഹം വിഭജനത്തോടു കൂടി പൂർണ്ണമായും സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 75 പരം വർഷമായി വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും ചേർന്ന് ഭരണം നടത്തുകയാണ്. ഇപ്പം 47-ൽ അവരുടെ സ്വപ്നം ഭാഗികമായി മാത്രമേ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളൂ. അതായത് ഇന്ത്യയുടെ ഏതാണ്ട് 1/3 വരുന്ന ഭാഗം ലീഗിനായിട്ട് കിട്ടി. അതിനെ പാകിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു, നമുക്കറിയാം. പക്ഷേ അവരുടെ ഇന്ത്യയെ പൂർണ്ണമായും ഇസ്ലാമീകരിക്കുക എന്നുള്ള സ്വപ്നം അവരപേക്ഷിച്ചില്ല. അവരിൽ പ്രതീക്ഷ കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തത്. അന്നത്തെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഹസ്കെ ലിയേ പാകിസ്ഥാൻ ലഡ്കെ ലേങ്കെ ഹിന്ദുസ്ഥാൻ. അതായത് ചിരിച്ചു നേടി പാകിസ്ഥാൻ, പിടിച്ചു നേടും ഹിന്ദുസ്ഥാൻ എന്നായിരുന്നു ആ മുദ്രാവാക്യത്തിൻ്റെ ഉള്ളടക്കം. ഇന്ത്യയും പാകിസ്ഥാനും നിലവിൽ വന്നു കഴിഞ്ഞ അതേ വർഷം തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുടെ നേർക്ക് യുദ്ധം അഴിച്ചുവിട്ടു എന്നുള്ളതൊരു വസ്തുതയാണ്. 1947-48 കാശ്മീർ വിഷയം മുൻനിർത്തി ഇന്ത്യക്കെതിരായി അവർ യുദ്ധം നടത്തി. തുടർന്ന് 1965 ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന പേരിൽ വീണ്ടും ഇന്ത്യയെ ആക്രമിച്ചു. 1971 ഇന്ത്യയെ ആക്രമിച്ചു. പക്ഷേ ആ യുദ്ധത്തിൽ ലീഗിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു. അവർ കെട്ടിപ്പൊക്കിയ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം 2 കഷണങ്ങളായി വേർതിരിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം 1999 കാർഗിൽ യുദ്ധം നടത്തു. അതിലും അവർ പരാജയപ്പെട്ടു. പിന്നെ 2019 പുൽവാമ ഭീകരാക്രമണം, പിന്നെ നമ്മുടെ ടൂറിസ്റ്റുകളുടെ നേർക്കുള്ള ആക്രമണം, ഈ റെഡ് ഫോർട്ടിൻ്റെ മുമ്പിലുള്ള തീവ്രവാദികളുടെ പ്രകടനങ്ങൾ, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ ഒരു ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പരിപാടികളാണ്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. ഇദ്ദേഹം പറയുന്നത് ഒരു തലമുറയുടെ അസ്വസ്ഥത രൂപം കൊണ്ടതാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളതാണ്. ഒരു തലമുറ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 20 മുതൽ 30 വരെ വർഷങ്ങളുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ നമ്മുടെ തങ്ങളുടെ ഒരു വയസ്സ് എന്ന് പറയുന്ന ഒരു 50-60 മേളിലുമായിരിക്കുമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തലമുറ എന്ന് പറയുന്നത് ഒരു 30 വർഷം പിറകോട്ടുള്ള തലമുറയാണ്. അപ്പോൾ അന്നത്തെ സ്വപ്നം എന്ന് പറയുന്നത് വീണ്ടും ഇന്ത്യയെ ഇസ്ലാമീകരിക്കുക എന്നുള്ളതായിരുന്നു. ആ സ്വപ്നം നടന്നില്ല. ആ സ്വപ്നം ഇപ്പോഴും തങ്ങളും തങ്ങളുടെ ആൾക്കാരും ഹൃദയത്തിൽ പേറിക്കൊണ്ട് നടക്കുകയാണ്. അതാണ് പറഞ്ഞത്, ഒരു തലമുറയുടെ അസ്വസ്ഥതയുടെ ഒരു പ്രകടിത രൂപമാണ് ഇത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും ചില കാര്യങ്ങൾ വ്യക്തമാകുന്നത്, ഇതിൻ്റെ പിന്നിൽ ലീഗുമുണ്ട്, ഇതിൻ്റെ പിന്നിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളുണ്ട്, പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശുണ്ട് എന്നൊക്കെ. കാരണം ബംഗ്ലാദേശിൽ അരങ്ങേറിയ അവിടുത്തെ അവരുടെ പ്രകടനങ്ങളും ഒരു മന്ത്രിസഭയെ തന്നെ താഴെയിട്ടതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാനും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വേണമെങ്കിലും പാകിസ്ഥാൻ്റെ ഭരണകൂടവും താഴെ വീഴാവുന്ന തരത്തിലാണ്. നേപ്പാളിലും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലും വളരെ ഒരു സംഘർഷമുണ്ടാക്കി ഒരു വിപ്ലവം സൃഷ്ടിച്ച് ഭരണം കൈയാളാം എന്നുള്ളതാണ്. അപ്പോൾ ആര് കൈയാളും? ഇതിന് നേതൃത്വം നൽകാൻ ഇവിടെ വേറെ രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ലല്ലോ.
കോൺഗ്രസ് വിചാരിച്ചാൽ നടക്കില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിച്ചാൽ തീരെ നടക്കില്ല. പിന്നെ ആർക്ക് നടത്താൻ പറ്റും? ലീഗിന് മാത്രമേ, അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ പറ്റൂ. കാരണം സമ്പത്തുണ്ട്, അവർക്ക് അന്തർദേശീയ തലത്തിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുമാണ്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി തീർക്കാം എന്നുള്ളത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. പക്ഷേ സാധിക്കും എന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ അതിന് 2047 വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അത്രയും കാലമൊന്നും നമ്മുടെ ഈ തങ്ങൾക്ക് കാത്തിരിക്കാനുള്ള ഒരു ഇതില്ല. കാരണം അങ്ങനെ കാത്തിരുന്ന് ഈ 47 വരെ ഇത് സംഭവിക്കുമോ, ഇനി സംഭവിച്ചാൽ തന്നെ ആ കാലഘട്ടത്തിൽ താങ്കൾ ഉണ്ടാകുമോ എന്നുള്ളതൊന്നും ഉറപ്പില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ ഇത് നടത്തി കിട്ടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹം. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും ഒക്കെ ആഗ്രഹം അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാക്ഷാത്കാരം ഈ പ്രസ്ഥാനത്തിലൂടെ നേടിയെടുക്കാം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം പോസ്റ്റുകൾ കാണുന്നു. മോഡി തോറ്റോടുന്നു, മോഡി പേടിച്ചോടുന്നു, മോഡി ഇട്ടേച്ചോടുന്നു. ഇതൊക്കെ അവരുടെ പ്രതീക്ഷകളാണ്, ആഗ്രഹങ്ങളാണ്. അതൊക്കെ നടക്കൂ നടക്കാതിരിക്കുമോ എന്നുള്ളത് കണ്ടറിയാം. ഏതായാലും തങ്ങളുടെ ഈ മോഹം ഏതായാലും കളയണ്ട, കയ്യിലിരിക്കട്ടെ. നടന്നെങ്കിലോ ചിലപ്പോൾ പണ്ട് സലീം കുമാർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ബിരിയാണി വിളമ്പുന്നെങ്കിലോ നമുക്ക് ആസ്വദിക്കാമല്ലോ. സമാധാനമായിരിക്കൂ തങ്ങളെ.